പല തരത്തിലുള്ള റിസിഷനിലൂടെ, ചാലഞ്ചസിലൂടെയാണ്, അൺസർട്ടനിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നാളെ നമ്മുടെ ബിസിനസ് നിലനിൽക്കുമെന്ന് അറിയില്ല. ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാളെ ജോലി ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് നമ്മളെല്ലാവരും. അത് ഒരു പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ കൊണ്ടല്ല, അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റിസഷൻ ടൈമിൽ എത്ര പേർക്ക് ഈ ഒരു റിസഷൻ അല്ലെങ്കിൽ ഒരു ചാലഞ്ചസിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യണം എന്നുള്ളത് ഒരു തീവ്രമായ ആഗ്രഹമാണ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ ഓൺട്രപ്രണേഴ്സും ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്നൊരു ബൗൺസ് ബാക്ക് തിരിച്ചു വരണം, എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ബിസിനസ്സിനെ കൊണ്ടുപോകണം, വളരെ ശക്തമായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരുമില്ല. ബിക്കോസ് എവ്രിബഡി വാണ്ട് ടു ബൗൺസ് ബാക്ക്. പക്ഷെ നിങ്ങൾ എത്ര പേര് റെഡിയാണ് ഈ റിസഷനിൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് എടുക്കാൻ, ഈ ചാലഞ്ചസിനെ ബെനിഫിറ്റ് ആക്കി മാറ്റാൻ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എടുക്കാൻ എത്ര പേര് റെഡിയാണ്? അതാണ് ഇവിടെ ചോദ്യം. റിസഷൻ വിൽ കം, പ്രളയം വരും, അതുപോലെ തന്നെ കോവിഡ് വരും, ലോക്ക്ഡൌൺ വരും, ഇതെല്ലാം വരും. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ എനിക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും, ഇതിന്റെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിസിഷൻ ആണെങ്കിൽ ഈ റിസിഷനിന്റെ മുകളിൽ കയറി ഞാൻ തുഴഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റണമെങ്കിൽ അത് ഒരേ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അതൊരു ലീഡർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഏതൊരു ചാലഞ്ചസിൽ നിന്ന് ഓവർകം ചെയ്യണമെങ്കിലും, ഏതൊരു ചാലഞ്ചസിനെ അനുകൂലമാക്കി മാറ്റണമെങ്കിലും, കാറ്റിനെ അനുകൂലമാക്കി തിരിച്ച് ബോട്ടിന്റെ സഞ്ചാര വേഗത്തെ എളുപ്പമാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അതൊരു ഫോളോവർക്ക് കഴിയില്ല, അതൊരു മാനേജർക്ക് കഴിയില്ല. യു ഹാവ് ടു ബി എ ലീഡർ ആൻഡ് യു നീഡ് ടു ബിൽഡ് എ ലീഡർ ഇൻ യു. So only leader can take a business to the next level in this hard time. നിങ്ങൾ ലോകത്തിന്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കി കഴിഞ്ഞാലും ആ സമയങ്ങളിലെല്ലാം ലീഡേഴ്സ് തന്നെയാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മൊമെന്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ലീഡേഴ്സാണ്. അല്ലെങ്കിൽ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്ത ആളുകളെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിച്ചത്. കരയുന്നവരെയല്ല. ചുറ്റും പ്രശ്നമാണ്, നിലവിളിച്ചുകൊണ്ട് അവിടെ റിസഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ലോക്ക്ഡൌൺ ആണ്, എന്ത് ചെയ്യും, നോ ബിസിനസ് നോ ബിസിനസ് നോ ബിസിനസ് നോ ബിസിനസ് എന്ന് നിലവിളിക്കുന്ന ആളുകളെ ആരും ലീഡർ എന്ന് വിളിച്ചിട്ടില്ല. അവരുടെ ഓർഗനൈസേഷൻ ഒരിക്കലും വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. സോ ഈ ഒരു റിസഷൻ ടൈമിലും ചാലഞ്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ബൗൺസ് ബാക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഒരു തീരുമാനം ആദ്യം നമ്മൾ എടുക്കുക. ഈ ഒരു പ്രോഗ്രാമിന്റെ ത്രൂ ഔട്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡോണ്ട് ബി എ റണ്ണർ ഓർ മാനേജർ ഓഫ് യുവർ ബിസിനസ്, ബി എ ലീഡർ. Take a responsibility of your business, take a responsibility of your life, and take advantage from any situation. This is the program to help you to develop a real leader in you.